ദൈവം മനുഷ്യന് കൊടുക്കുന്ന 5 അനുഗ്രഹങ്ങളിൽ ഒന്നാണ് വീട്. അങ്ങനെയുള്ള ആ വീട്ടിൽ ദൃഢനിശ്ചയത്തോടു കൂടി ചെയ്യേണ്ട 5 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇവിടെ വാസ്തവത്തിൽ ഗൃഹനാഥ അല്ലെങ്കിൽ ഗൃഹനാഥൻ ചെയ്യേണ്ട 5 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ പോലും ഇത് കേട്ടു തീരുമ്പോൾ ഒരു വീട്ടിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് സ്വയം ബോധ്യമാകുന്നതാണ്. അനുഭവം ഗുരു എന്ന് പറയുന്നത് പോലെ വളരെയധികം ആളുകളുടെ അനുഭവത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ 5 കാര്യങ്ങളും. അത് മാത്രവുമല്ല, ഇത് നിങ്ങൾ വീട്ടിൽ പ്രാവർത്തികമാക്കുമ്പോൾ ഇതിൽ നിന്നുള്ള റിസൾട്ട് ഒരു 3 മാസത്തിന് ശേഷം എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ദയവായി ഇവിടെ കമന്റ് ചെയ്തോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ അറിയിക്കുവാനും താല്പര്യപ്പെടുന്നു. അത് വേറൊന്നിനുമല്ല, ഓരോരുത്തർക്കും എങ്ങനെയാണ് അനുഭവം എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരി, ഏറ്റവും ആദ്യം പറയുന്നത് വീടിൻ്റെയും വീട്ടിലുള്ളവരുടെയും ശുദ്ധി. ഇതേക്കുറിച്ചിട്ടാണ് ആദ്യം പറയുന്നത്. കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ശരീരശുദ്ധി നിർബന്ധമാണ്. മുതിർന്നവരും കുട്ടികളും ഒരു ദിവസത്തിൽ 2 നേരം കുളിച്ച് ശുദ്ധിയാകാൻ ശ്രമിക്കേണ്ടതാണ്. തലനീരിറക്കം പോലുള്ള രോഗാവസ്ഥകളുള്ളവർ തല കുളിക്കാതെ കഴുത്തിന് കീഴോട്ട് കുളിക്കുക. നമ്മുടെ ശരീരശുദ്ധി പോലെ തന്നെ വീടിൻ്റെ ശുദ്ധിയും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. ആയതിനാൽ വീടിൻ്റെ ഏറ്റവും പ്രധാന 3 മുറികളായ അടുക്കളയും ഹാളും സിറ്റൗട്ടും ഒരു ദിവസത്തിൽ കുറഞ്ഞത് 2 പ്രാവശ്യമെങ്കിലും അടിച്ചു വൃത്തിയാക്കേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ ഒന്ന് വെള്ളം മുക്കി തുടയ്ക്കുക കൂടി ചെയ്താൽ ഗംഭീരമായി. ഈ പറഞ്ഞത് നമ്മൾ വീടിന് കൊടുക്കുന്ന ശുദ്ധിയാണ്. അതായത് നമ്മൾ കുളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രസരിപ്പ് പോലെ നിത്യവും ഇത് വീട്ടിൽ ചെയ്താൽ വീടിന് ആ ഒരു പ്രസരിപ്പ് ഉണ്ടാകുന്നതാണ്. പറയാൻ കാരണം, കല്ലും മണ്ണും തടിയും കൊണ്ട് നിർമ്മിച്ചതാണെങ്കിൽ പോലും വീടിന് നമ്മളെപ്പോലെ ജീവനുള്ളതാണ്. ഇവിടെ ഈ വീടിന് ജീവനുള്ളതാണെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. അതിനെക്കുറിച്ച് 5 കാര്യത്തിൽ രണ്ടാമതായി വീട്ടിൽ ശ്രദ്ധിക്കേണ്ടവ പറയുമ്പോൾ അതിനോടൊപ്പം ചേർത്ത് പറയുന്നതാണ്. ഇപ്പോൾ ശരീരശുദ്ധിയെക്കുറിച്ചും വീടിൻ്റെ ശുദ്ധിയെക്കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി ചേർത്ത് പറയാനുണ്ട്. ടോയ്ലറ്റും ബാത്റൂമും. ബാത്റൂം ആഴ്ചയിൽ ഒരിക്കൽ കഴുകി വൃത്തിയാക്കിയാലും മതി. എന്നാൽ ടോയ്ലറ്റ് എല്ലാ ദിവസവും ലിക്വിഡ് ക്ലീനർ ഉപയോഗിച്ച് വൃത്തിയാക്കേണ്ടതാണ്. ഈ ലിക്വിഡ് ക്ലീനർ എന്ന് വെച്ചാൽ അണുനാശിനി. ഈ പറഞ്ഞത് വളരെയധികം ശ്രദ്ധയിലിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് വീട്ടിലുള്ളവരുടെ ഉയർച്ചയെ ഏറ്റവും പ്രധാനമായി ബാധിക്കുന്ന പ്രാർത്ഥന. ഇത് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയം നിങ്ങൾ കണക്കാക്കി മാറ്റിവെച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് കൃത്യമായി ചെയ്യേണ്ടതാണ്. എത്ര വലിയ തിരക്കുണ്ടെങ്കിലും ദിവസേനയുള്ള ആ പ്രാർത്ഥന മുടക്കരുത്. പ്രാർത്ഥിക്കാൻ ഏറ്റവും ഉചിതമായ സമയം എന്ന് പറയുന്നത് പുലർച്ചെ പ്രഭാത സന്ധ്യയ്ക്കും വൈകുന്നേരം സായം സന്ധ്യയ്ക്കുമാണ്. ഇതിൽ 2 നേരം പ്രാർത്ഥിക്കണോ അല്ലെങ്കിൽ 1 നേരം പ്രാർത്ഥിക്കണോ എന്നത് നിങ്ങളുടെ തീരുമാനമാണ്. പക്ഷെ പ്രാർത്ഥിക്കാതെ ഇരിക്കരുത്, അത്രയേ ഉള്ളൂ. പറയാൻ കാരണം, പ്രാർത്ഥന നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ചികഞ്ഞു നോക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഏത് ഏകാഗ്രതയോട് കൂടിയ പ്രാർത്ഥനയിലാണ് നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ചികഞ്ഞു നോക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് നമുക്ക് സമാധാനം ലഭിക്കുന്നത്. ഏത് ദൈവത്തെ മുൻനിർത്തി പ്രാർത്ഥിക്കണമെന്നുള്ളത് നിങ്ങളുടെ മനസ്സിൻ്റെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വീട്ടിൽ ആർത്തവവതികളായ സ്ത്രീകൾ, ഇതിൽ പീരീഡ്സ് ആയ മുതിർന്ന സ്ത്രീകൾ, കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികൾ, ഇവർ 2 പേരും ഉൾപ്പെടുന്നതാണ്. ഇവർ 7 ദിവസം വരെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അത് വേറൊന്നും കൊണ്ടല്ല, മാനസികമായും ശാരീരികമായും ഒരു പരിപൂർണ സൗഖ്യം അനുഭവിക്കാൻ ഈ സമയത്ത് ഇവർക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ്. ഈ 7 ദിവസം കഴിഞ്ഞ് വിളക്ക് തെളിക്കാം, പൂജാമുറിയിൽ പ്രവേശിക്കാം, ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യാം, ക്ഷേത്രങ്ങളിലും പോകാവുന്നതാണ്. എന്നാൽ ചിലർ 9 ദിവസം കഴിഞ്ഞ് മാത്രമേ ക്ഷേത്രത്തിൽ പോകൂ. അത് അവരവരുടെ താല്പര്യം. പറയാൻ കാരണം, അവരവരുടെ ശാരീരിക പ്രത്യേകത മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഈ രണ്ടാമത്തേതിൽ തന്നെ ചേർത്ത് പറയേണ്ട ഒന്നുകൂടിയുണ്ട്. പ്രാർത്ഥനാ സമയത്ത് അല്ലെങ്കിൽ നിലവിളക്ക് തെളിച്ചു വെച്ചിരിക്കുന്ന സമയത്ത് തുണി അലക്കരുത്. എന്ന് വെച്ചാൽ വാഷിംഗ് മെഷീനിൽ അലക്കരുതെന്നല്ല പറഞ്ഞു വരുന്നത്, സ്റ്റോൺ വാഷ് ചെയ്യരുതെന്നാണ് പറഞ്ഞത്. അതെന്തുകൊണ്ടെന്നാൽ വസ്ത്രം കല്ലിലേക്ക് തല്ലി അലക്കുന്ന ഈ ശബ്ദം നാമം ജപിക്കുന്ന വ്യക്തിയുടെ തലച്ചോറിൽ വിപരീത തരംഗങ്ങൾ സൃഷ്ടിക്കുന്നതാണ്.
ഒരുപക്ഷെ ഈ സമയം അയൽപക്കത്ത് വീട്ടിൽ തുണി അലക്കുകയാണെങ്കിൽ അത് കഴിയാൻ വേണ്ടി നിങ്ങൾ അല്പനേരം കാത്തു നിൽക്കുക. അതിനുശേഷം നാമം ജപിക്കുക. പക്ഷെ ഇത് തെറ്റാണെന്ന് അറിയുന്ന ആൾക്കാർ അങ്ങനെ ഈ സന്ധ്യാസമയത്ത് ചെയ്യില്ല എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. പണ്ട് കാലത്ത് ശത്രുതയിലായിരുന്ന അയൽക്കാർ തമ്മിൽ നിലവിളക്ക് തെളിക്കുമ്പോൾ ഇങ്ങനെ ഒരു പതിവ് അന്ന് നിലവിലുണ്ടായിരുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അത് എവിടെയും റിപ്പോർട്ട് ചെയ്യുന്നതായി കേൾക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റ് യന്ത്ര സാമഗ്രികളുടെ ശബ്ദവും ഇതിന് തുല്യമായത് തന്നെയാണ്. ആയതുകൊണ്ട് നിശബ്ദമായിട്ടുള്ള ഒരു സമയവും സന്ദർഭവുമാണ് നിത്യപ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. മാത്രമല്ല ഈ സമയം അടുക്കള ജോലിയായ മിക്സിയിൽ അരയ്ക്കലും പൊടിക്കലും പരമാവധി ഒഴിവാക്കുക. ഈ പറഞ്ഞ നാമം ജപിക്കുന്ന 15 അല്ലെങ്കിൽ 20 മിനിറ്റ് സമയത്തേക്ക് മാത്രം മതി. അതിനോടൊപ്പം നിർബന്ധമായി ഒഴിവാക്കേണ്ട മറ്റൊന്നും കൂടിയുണ്ട്. ഈ 15 മിനിറ്റ് സമയം ടെലിവിഷൻ ആ കുടുംബത്തിൽ ആരും തന്നെ കാണരുത്. നിർബന്ധമായും അത് ഓഫ് ചെയ്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പ്രാർത്ഥനയുടെ പരിപൂർണ ഫലം നിങ്ങളുടെ വീട്ടിലേക്ക് ക്രമാനുഗതമായി വന്നു ചേരുന്നതാണ്. അടുത്തത് മൂന്നാമതായിട്ട് പറയുന്നത് മുതിർന്ന ആളുകളുടെ ശാപം മേടിക്കരുത്. ഈ മുതിർന്ന ആളുകൾ എന്ന് പറഞ്ഞത് നിങ്ങളുടെ വീട്ടിലുള്ളവരാകാം, അല്ലെങ്കിൽ ഗുരുസ്ഥാനീയരുമായിട്ടുള്ളവരുമാകാം. ഈ പറഞ്ഞവരുടെ പ്രത്യേകത എന്തെന്നാൽ ഇവർ വളരെ വലിയ അളവിൽ ചൈതന്യ ശക്തി നിറഞ്ഞു നിൽക്കുന്നവരാണ്. ഇങ്ങനെ ചൈതന്യ ശക്തി ഇവരിൽ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ മറ്റു സാധാരണക്കാരെ പോലുള്ള ജീവിതം നയിക്കുന്നവരല്ല. അതുകൊണ്ടാണ് ഇവരുടെ ശാപം മേടിക്കരുതെന്ന് പറയാൻ കാരണം. പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊന്നാണ് വീട്ടിൽ ഭിക്ഷ യാചിച്ചു വരുന്ന യാചകൻ. ഇങ്ങനെ വരുന്ന യാചകരിൽ സാധുക്കളും വൃദ്ധന്മാരുമായിട്ടുള്ള യാചകർ ഉണ്ടാവും. ഇവർക്ക് എന്തെങ്കിലും കൊടുക്കാതെ വെറും കൈയോടെ ഇവരെ പറഞ്ഞു വിടരുത്. അങ്ങനെ പറഞ്ഞു വിട്ടാൽ ഇവർ ആ സമയത്ത് പ്രാഗിയിട്ടാണ് പോകുന്നതെങ്കിൽ ആ വീട്ടിൽ ദുരന്തങ്ങളുടെ ഒരു ഘോഷയാത്രയായിരിക്കും പിന്നീട് വരാൻ പോകുന്നത്. എന്നാൽ നിത്യപ്രാർത്ഥനയുള്ള ഒരു വീടാണ് അതെങ്കിൽ ദുരന്തങ്ങൾ ഉണ്ടാകില്ല, പക്ഷേ അനർത്ഥങ്ങൾ ഉണ്ടാവാതിരിക്കില്ല. എന്ന് വെച്ചാൽ കണ്ണിൽ കൊള്ളാനുള്ളത് പുരുകത്ത് കൊണ്ടുപോയി എന്ന രീതിയിൽ ചെറുതായി എന്തെങ്കിലും തട്ടലും മുട്ടലും ഉണ്ടായി അങ്ങോട്ട് പോകും, അത്ര തന്നെ. അടുത്തത് നാലാമതായി പറയുന്നത് ഭക്ഷണം. വീട്ടിൽ പാകം ചെയ്യുന്ന ഭക്ഷണം ഒരു കുരുമണി അരി പോലും വെറുതെ കളയരുത്. അത് അന്നം തന്ന അന്നപൂർണേശ്വരി ദേവിയോടുള്ള നിന്ദയാണ്. ഇത് തുടർന്നു പോയാൽ ആ വീട്ടിൽ ക്രമേണ ദാരിദ്ര്യം വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിന് ചുറ്റുപാടും സാധുക്കൾ ആരെങ്കിലും ഭക്ഷണം കിട്ടാതെ ഒരു നേരത്തെ ഭക്ഷണത്തിന് യാചിക്കുന്നുണ്ടെങ്കിൽ ആ തക്ക സമയത്ത് തന്നെ അത് നൽകിയാൽ തുടർന്ന് അങ്ങോട്ട് ഭാവിയിൽ ഇതുപോലുള്ള ഒരു അത്യാസന്ന ഘട്ടത്തിൽ നിങ്ങൾ നൽകിയതിൻ്റെ ഇരട്ടി അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് തരുന്നതാണ്. അടുത്തത് അവസാനമായി അഞ്ചാമതായിട്ടും പറയുന്നത് ഉറക്കം എങ്ങനെയാകണം എന്നതാണ്. തലയിണ വയ്ക്കാതെ യാതൊരു കാരണവശാലും കിടന്നുറങ്ങരുത്. അങ്ങനെ കിടന്നുറങ്ങിയാൽ സുഖമായിട്ടുള്ള ഉറക്കം ലഭിക്കാത്തത് കൊണ്ട് ഓർമ്മശക്തിയെ വളരെ കാര്യമായി തന്നെ ഇത് ബാധിക്കുന്നതാണ്. കുട്ടികളെ സംബന്ധിച്ച് അവർക്കൊരു 12 വയസ്സ് വരെ ഇതൊരു പ്രശ്നമല്ല എങ്കിൽ പോലും കൗമാരപ്രായം വിട്ട് വളർന്നു വരുന്ന യുവാക്കളും യുവതികളും ആകുന്നതോടുകൂടി ഈ പറഞ്ഞതുപോലെ തലയിണ നിർബന്ധമായും നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ്. എന്നാൽ 50 വയസ്സിന് മുകളിലേക്കുള്ളവർ തലഭാഗത്ത് തലയിണ വെക്കുന്നത് പോലെ തന്നെ കാൽഭാഗത്ത്, അതായത് കാലിന്റെ മസലിന് അടിവശത്തായിട്ട് തലയിണ വെക്കുന്നത് വളരെ നല്ല ഉറക്കം കിട്ടാൻ അവർക്ക് സഹായകമാകുന്നതാണ്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ കാലിലെ ഞരമ്പ് തടിപ്പ് മാറിക്കിട്ടും, ദഹന പ്രക്രിയ സുഗമമായി കിട്ടും, ശരീരത്തിൽ രക്തചംക്രമണം സുസാധ്യവുമാകുന്നതാണ്. കിഴക്കോട്ട് തല വെച്ച് കിടക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് പ്രത്യേകം പറയുന്നില്ല. ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് 1 മിനിറ്റെങ്കിലും മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കുക, അല്ലെങ്കിൽ ആ സമയം ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കുക. ഈ പറഞ്ഞ 5 കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലും ദൈവിക ശക്തി ഓരോ ദിവസം കഴിയുന്തോറും വന്നു നിറയുന്നതാണ്. എന്ന് വെച്ചാൽ പോസിറ്റീവ് എനർജി നിങ്ങളുടെ വീട്ടിൽ തളം കെട്ടി നിൽക്കുമെന്നർത്ഥം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുത്താൽ അറിവ് എല്ലാവരിലേക്കും ഒരുപോലെ എത്തുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.